യുദ്ധസമാനമായ പോരാട്ടത്തിന് അവസാനം. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണ. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഓപ്പറേഷന് താൽക്കാലികമായി വിരാമമിട്ട് രണ്ട് രാജ്യങ്ങളുടെയും സൈനിക തലവന്മാർ വെടിനിർത്തലിന് ധാരണയായി. ദിവസങ്ങൾക്ക് മുൻപേ 28 ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ 15 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ തീമഴ പെയ്യിച്ചപ്പോൾ കൊടും ഭീകരരുൾപ്പെടെ നിരവധി തീവ്രവാദികളെ കാലപുരിക്കയക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് താൽപ്പര്യമില്ലെങ്കിലും പാകിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താനായി ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ കനത്ത ഷെല്ലിങ്ങിൽ 16ഓളം സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യ ശക്തമായി ആക്രമിച്ചു. ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാൻ അതിർത്തി കടന്ന് ലാഹോറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലും തീമഴ പെയ്യിപ്പിച്ചപ്പോൾ പാകിസ്ഥാനും വെറുതെ ഇരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 500-ൽ കൂടുതൽ ഡ്രോണുകളാണ് അതിർത്തി പ്രദേശങ്ങളായ ജമ്മുവിലും സാംബയിലും കുപ്വാരയിലും ഉൾപ്പെടെ നിരവധി അതിർത്തി ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം ഡ്രോണുകളെയും ഇന്ത്യക്ക് ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുവാൻ സാധിച്ചു. കൂടാതെ പാകിസ്ഥാന്റെ 4ഓളം JF-17, F-16 തകർത്ത് കനത്ത നാശനഷ്ടമാണ് ഇന്ത്യ വരുത്തിവെച്ചത്. ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് വരെ എത്തിയതോടെ പാകിസ്ഥാന് സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായി. ഒരു യുദ്ധത്തിലോട്ട് പോയാൽ പാകിസ്ഥാൻ എന്ന രാജ്യം എന്നേക്കുമായി നശിക്കുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാനാകട്ടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മതിയാക്കിയാൽ മതി എന്നായി. മറുഭാഗത്ത് ഇന്ത്യയാകട്ടെ എന്തിനും തയ്യാറായി എന്ന മട്ടിൽ നിലയുറപ്പിച്ചു. പാകിസ്ഥാന്റെ കയ്യിലുള്ള 80% ആയുധങ്ങളും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അതിൽ പലതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ ഉപയോഗശൂന്യമായത് പാകിസ്ഥാനി എന്ന പോലെ ചൈനയെയും നിരാശപ്പെടുത്തിയിരുന്നു. സാധാരണ ഏത് അപകടത്തിലും പാകിസ്ഥാനെ രക്ഷയ്ക്കെത്താറുള്ള അമേരിക്കയാണ് ഇത്തവണയും രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചത്. ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥത ഇഷ്ടപ്പെടാതിരുന്ന ഇന്ത്യയും ഒടുവിൽ വെടിനിർത്തൽ അംഗീകരിച്ചു.